വാ വാ ഇരി. ആ കണവൻ വീട്ടിലെ വിശേഷം എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് വാസോട്ട്? കണ്ടിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു? കാഴ്ചയിലെ കാര്യമല്ല ചോദിച്ചത്. ആള് ചൂടനാണോ അതോ രസികനാണോ? പാവാ, എപ്പോഴും കളിയും തമാശയേ ഉള്ളൂ. അയ്യടാ പച്ച പാവം, ഒരു കളി ചിരി. ആ അമ്മായിയും എങ്ങനെ? കൊഴപ്പില്ല. എന്ന് വെച്ചാ എന്തോ കുഴപ്പമുണ്ടെന്നർത്ഥം. ഹേയ്, ആ നാത്തൂനും അപ്പോട്ടിനും എങ്ങനെ? എല്ലാരും ശരിക്കും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. രണ്ടുപേരും കൂടെ എന്ത് പറയാ? അമ്മേ, ഇവള് വാസുവേട്ടന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കുക. കേട്ടമ്മേ, വാസോട്ടൻ പാവാണെന്നാ ചേച്ചി പറയുന്നേ. പാവാന്ന് മാത്രല്ല, നല്ല ചിട്ടക്കാരനും കൂടിയാ. ചാട്ടക്കാരനോ? എന്താ അത്ലറ്റാണോ? ചാട്ടക്കാരനല്ല, ചിട്ടക്കാരനെന്നാ പറഞ്ഞ. എന്തിനും ഒരു ഉത്തരവാദിത്വം കൃത്യനിഷ്ഠയുണ്ട്. ആണുങ്ങളായ ചിട്ട ശീലം ഒക്കെ വേണം. ആ രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. വാസുദേവൻ ഊണ് കാലാക്കണ്ടേ? അയ്യോ മതി മതി, വയറ് നിറഞ്ഞ് പൊട്ടാറായി. ഇങ്ങനെ പോയാൽ കുറച്ചു ദിവസത്തിനകം ഞാനൊരു ഉണ്ണിക്കൊടവയറനായി മാറും. അതിന് വാസോട്ടൻ അധികമൊന്നും കഴിച്ചില്ലല്ലോ. ഉണ്ണിക്കൊടന്റെ ഉടനെ ചേച്ചിക്ക് വരുമെന്നോ എന്റെ പേടി. തിടക്കത്തിലായതുകൊണ്ട് കറികളൊന്നും നന്നായിട്ടുണ്ടായി. ഏയ് എല്ലാം നന്നായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഇന്നാ ഇത്രയും നല്ലൊരു ഊണ് ഞാൻ കഴിക്കുന്നത്. ആ പിന്നെ അമ്മേ, എനിക്ക് നാളെ തന്നെ പോണം. നാളെ തന്നെ പോവേ? കല്യാണം കഴിഞ്ഞ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ. ചടങ്ങൊന്നും സാരമില്ല, നാളെ തന്നെ ഓഫീസിൽ കയറണം. കല്യാണത്തിന് കുറച്ച് ലീവ് എടുത്തതാ. വേണമെങ്കിൽ ഉണ്ണിമായ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞാനും വരാം. വാസുവേട്ടൻ തനിച്ചല്ലേ ഉണ്ടാവും? ഇവിടുന്ന് പോയിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പേ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ വാസോട്ടൻ പോയി വരട്ടെ. ചേച്ചി ഇവിടെ നിൽക്കൂ. അതല്ല ശ്രീകുട്ടി, ഞാനില്ലെങ്കിൽ വാസുവേട്ടന്റെ ഒരു കാര്യം നടക്കില്ല. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ചേച്ചി ചെല്ലുന്നതിന് മുമ്പ് ഇത്രയും കാലം വാസോട്ടൻ എങ്ങനെ കഴിഞ്ഞു? നീ ഒന്ന് വായടയ്ക്കുന്നുണ്ടോ?